ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ കണ്ടന്റിന്റെ കുറച്ച് ക്ഷാമമുള്ളതിന്റെ പേരിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് വാഷ് ചെയ്യണ പരിപാടി. കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ എൻ്റെ ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇതെന്താ പറയാനുള്ളതെന്ന് വെച്ചാല് ലാസ്റ്റ് രണ്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഒരു വ്ളോഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു യാതൊരുവിധ ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പൊ സ്വന്തമായിട്ട് തന്നെ വീഡിയോ ഇട്ട് ചെയ്തപ്പോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, എങ്ങനെ സംസാരിക്കേണ്ടത് എന്നുള്ള. സ്വന്തമായിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. വ്ളോഗിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ട് എനിക്ക് മനസ്സിലായി ഒരുപാട് മിസ്റ്റേക്കും എൻ്റെ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതും കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരും കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് തുടക്കത്തിലേ തന്നെ എന്നെ നെഗറ്റീവാക്കി ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ ചിലവർക്കൊരു ഇതുണ്ട്, അരങ്ങാണ്ട് തന്നെ മോട്ടറാക്കിയിട്ട് ഇതൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പം മറ്റൊരാളുടെ മോട്ടറിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നെ മോട്ടറാക്കാൻ ഞാൻ സ്വന്തം തന്നെ മതി. അപ്പൊ എന്റെ സ്വന്തമായിട്ടുള്ള മോട്ടറിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബൈക്ക് വാഷിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗായ്സ്, നമ്മുടെ വാഷിങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. രണ്ടു ദിവസം ചെക്കനൊന്ന് പണിക്ക് കയറ്റിയേക്കായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊരു പണിയും തന്നിട്ടാണ് പോയത്. കുറച്ച് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട്. ഇനി അവനെ പുറമെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ വ്ലോഗ് എടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടന്റ് ഇല്ല. കണ്ടന്റ് നോമ്പൊക്കെ അതിന്റെ പേരിൽ എവിടെയും പോയി വ്ലോഗ് എടുക്കാനൊന്നും പറ്റണില്ല. അപ്പൊ മുമ്പ് ചെയ്ത വ്ലോഗിന്റെ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് തന്നെ ഇനി അടുത്ത വ്ലോഗുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. കാരണം വെറുതെ ഞാനിവിടെ ഇങ്ങനെ ഓരോ ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ കാണാൻ ആളില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണത് വെറുതെ എടുക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ വണ്ടിയുടെ കഥ പറയാനെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷമായി കറക്റ്റ് ഇപ്പൊ ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള വണ്ടിയാണ് 4877 വണ്ടി നമ്പർ KL47 കൊടുങ്ങല്ലൂർ. അപ്പൊ അധികം പണികളൊന്നും തന്നിട്ടില്ല, ചെറിയ ചെറിയ പണികളാണ് തന്നത്. പക്ഷെ ഇപ്രാവശ്യമാണ് കുറച്ച് പണി കിട്ടിയത്. അത്യാവശ്യം വിചാരിച്ചതിനും ഡബിൾ എമൗണ്ട് പൊട്ടി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വണ്ടിയുടെ കഥകളും എല്ലാം. പിന്നെ സംസാരിക്കാനായിട്ട് കണ്ടന്റ് ഒന്നും കിട്ടണില്ല. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോണം, ട്രിപ്പ് പോണം എന്നൊക്കെ ഉണ്ട് വ്ലോഗ് എടുക്കാനൊക്കെ ആയിട്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം സെറ്റ് ആവും എന്ന് വിചാരിക്കുന്നു. പിന്നെ വണ്ടി കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ്, വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി കുറച്ച് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലേസിങ്ങിന്റെ ഒരു സ്പോഞ്ച് ഉണ്ട്. ഗ്ലേസിങ്ങിനല്ല പറഞ്ഞ ഗ്ലേസിങ്ങിന്റെ ഒരു സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ച് ഒക്കെ ഇട്ടൊന്ന് വണ്ടി ഒന്നും കൂടി മിനുക്കണം. അപ്പൊ കുറച്ചും കൂടി ഭംഗിയാവും, ഒരു ഗ്ലേസിങ് കിട്ടും വണ്ടിക്ക്. അപ്പൊ ആ സ്പോഞ്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ വണ്ടി ഒന്നുകൂടി ഒന്ന് തിളങ്ങും. സ്പോഞ്ച് പിന്നെ സ്പോഞ്ച് ഷൈൻ മറ്റേതല്ലല്ലോ, സ്പോഞ്ച് ഷൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇൻസ്റ്റന്റ് പോളിഷ്. അയ്യോ, ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് നല്ലോണം ഗ്ലേസിങ് കിട്ടും. അടുത്ത് കൂടെ കിട്ടണ്ട. കുറച്ചുകൂടി ഗ്ലേസിങ് കിട്ടും. അപ്പൊ കുറച്ചാളുണ്ടാവുള്ളൂ, ദിവസം കൊണ്ടുനടക്കാം. പൊടി പിടിച്ചതിന് സാധനം പെട്ടെന്ന് പോകും. പൊടി പിടിച്ചത് കഴുകേണ്ടി വരും.
നമ്മുടെ വണ്ടി കഴുകൽ അവസാനിച്ചിരിക്കുകയാണ്. ഫുള്ളായിട്ട് തേക്കണില്ല, പാർട്സുകൾ മാത്രമേ തേക്കണുള്ളൂ. ബാക്കിയൊക്കെ നേരെ പൊടി പിടിച്ച് കയറാനുള്ളതാണ്. നമ്മുടെ പരിപാടി ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അപ്പം എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും തുടക്കത്തിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളെ ഞാൻ വല്ലോടത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ പറയാലോ, ഇവൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇവന് എവിടെയെങ്കിലൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലെല്ലാവരും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് എൻ്റെ പോരായ്മകൾ കേട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. അടുത്ത വ്ളോഗായി കാണാം. ഓക്കെ, ബൈ.